രചന വിജയ് സത്യ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. ഹലോ, പ്രൊഡ്യൂസർ സാറല്ലേ? താങ്കളുടെ സിനിമയ്ക്ക് ഒരു കോ പ്രൊഡ്യൂസർ വേണമെന്ന് പറഞ്ഞല്ലോ. അതെ, എനിക്കൊരു പാർട്ണർ പ്രൊഡ്യൂസർ ആവശ്യമുണ്ട്. താങ്കൾ എപ്പോഴാണെന്ന് കാണുക. എനിക്ക് താങ്കളുടെ സിനിമയിൽ പ്രൊഡ്യൂസറായിട്ട് സഹകരിക്കണമെന്നുണ്ട്. താങ്കളൊരു കാര്യം ചെയ്യും, ഞാൻ രാജാ റെസിഡൻസിലുണ്ട്. അയ്യോ, ഞാൻ ബിസിയാണല്ലോ. നിങ്ങൾ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വരുമോ? ഞാൻ അവിടെ ഉണ്ടാവും 3 മണിക്ക്. ശരിയാ, എനിക്കൊരാളെ പിക്ക് ചെയ്യാനുണ്ട്. ഞാനെന്തായാലും റെയിൽവേ സ്റ്റേഷനിൽ വരാം. കൃത്യം 3 മണിക്ക് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ പ്രൊഡ്യൂസർ കാറിൽ നിന്നിറങ്ങി ഉടനെ കോ പ്രൊഡ്യൂസറുമായി സഹകരിക്കാമെന്നേറ്റ ആൾക്ക് ഫോൺ ചെയ്തു. ഫോൺ അറ്റൻഡ് ചെയ്ത അയാൾ പറഞ്ഞു, മുന്നിൽ കാണുന്ന ഈ പാർക്കിലേക്ക് വരും. ഞാനൊരു ബെഞ്ചിൽ ഇരുന്നിട്ടുണ്ട്. അയാൾ ഫോൺ കട്ട് ചെയ്യാതെ ആ പാർക്കിലേക്ക് കടന്നു. ഉടനെ തലങ്ങും വിലങ്ങും അടി വീണു. എവിടെ നിന്നാണ് അടി വരുന്നതെന്ന് പോലും അറിഞ്ഞില്ല. റെജി ആ പ്രൊഡ്യൂസർ അടിച്ച് നിലം പരിശാക്കി നെഞ്ചത്ത് ചവിട്ടിക്കൊണ്ട് ചോദിച്ചു, തൻ്റെ സിനിമയിൽ അഭിനയിക്കാൻ പെൺകുട്ടികൾ ഉടുതുണി ഉരിഞ്ഞു തരണം. അലടാ ചെറ്റേ, ശരിക്കും നിന്നെ പോലീസിൽ ഏൽപ്പിക്കല്ലേ വേണ്ടത്? അയ്യോ വേണ്ട സാർ, നാറ്റിക്കല്ലേ. അയാൾ ഉരുണ്ട് എഴുന്നേറ്റ് നിന്ന് കൈകൾ കൂപ്പി. എന്ത് നാറ്റേടോ, ആകെ നാറിയാത്താൻ. തന്നെ പോലൊരു ചെറ്റയുടെ പേരിന്റെ കൂടെ എന്റെ പെണ്ണിന്റെ പേര് മോശമാവെന്ന് കരുതിയിട്ടാ തനിക്കുള്ള ശിക്ഷ നേരിട്ട് തരാൻ തീരുമാനിച്ച്. എന്റെ പെണ്ണിന് നേരെ ഉയർന്ന തന്റെ ഈ കൈ അത് ഞാൻ വെച്ചേക്കില്ല. അതും പറഞ്ഞ് റെജി അയാളുടെ കൈ പിടിച്ച് ഒടിച്ചു കളഞ്ഞു. അയാളുടെ നിലവിളി വെച്ച് അവിടെ ആകെ മുഴങ്ങി. നല്ലവരായ സിനിമാക്കാർക്ക് വേണ്ടി ഞാനിത് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് റെജി വീണ്ടും അയാളെ കവിളത്തെ തല്ലാൻ കയ്യോങ്ങി. വേണ്ട, ഇത്രയും മതി റെജി, നമുക്ക് പോവാം. ആ സമയം കല്യാണി അവിടെ കടന്നു വന്നു. റെജി പ്രൊഡ്യൂസറെ നോക്കി പറഞ്ഞു, എടോ എണ്ണം കിട്ടവനെ, തന്നെപ്പോലുള്ള ആൾക്കാരാണ് നല്ലവരായ സിനിമാക്കാരെ കൂടി പറയിപ്പിക്കുന്നത്. എടോ, തനിക്ക് പൂശാമുട്ടി എന്തിനാണോ ആർട്ടിസ്റ്റുകൾ തന്നെ ദ്രോഹിക്കുന്നത്? കാശുണ്ടല്ലോ കുറെ, ഇതിനായി നടക്കുന്നവർ തന്നെ പ്രാപിക്കാൻ പാടില്ലടാ. അതും പറഞ്ഞ റെജി അയാൾക്ക് നേരെ നീട്ടിത്തുപ്പി കല്യാണിയും കൊണ്ട് അവിടെ വിട്ടു. ബൈക്കിൽ റെജിയുടെ പുറകിൽ നിന്ന് അവനെ കെട്ടിപ്പിടിച്ച് അങ്ങനെ വീട്ടിലേക്ക് പോകെ അവൾ ആ സംഭവം ഓർത്തു. വാട്സാപ്പിൽ മെസ്സേജ് വന്നപ്പോൾ അവൾ ബാഗിൽ നിന്ന് തന്നെ ഫോൺ എടുത്ത് നോക്കി. കല്യാണി അയച്ചെന്ന ഫോട്ടോയും ഡീറ്റെയിൽസ് ലഭിച്ചു. കുട്ടിയെ ഓഡീഷന് വേണ്ടി ക്ഷണിക്കുകയാണ്. 19-ാം തീയതി രാജാ റെസിഡൻസിൽ ഇന്റർവ്യൂ ഉണ്ട്. 10 മണി മുതൽ 4 മണി വരെയാണ് ടൈം. അതിനുള്ളിൽ വരിക. കോളേജിൽ നിന്ന് ആ മെസ്സേജ് കണ്ടപ്പോൾ അവൾക്ക് സന്തോഷമായി. ഫൈനൽ ഇയർ ബീതം പഠിക്കുന്ന അവൾക്ക് കുഞ്ഞുനാളിലുള്ള മോഹമാണ് സിനിമയിൽ അഭിനയിക്കുക എന്നത്. ആരോടും പറയാതെ ആ മോഹം ഉള്ളിൽ വെച്ച് നടന്നു. കാസ്റ്റിംഗ് കോൾ കാണുമ്പോഴൊക്കെ ഓഡീഷന് വേണ്ടി ചെല്ലാൻ ആഗ്രഹമുണ്ടെങ്കിലും പലപ്പോഴും അവൾ ഒന്നിനും അപേക്ഷ അയച്ചില്ല. പക്ഷെ റെജിയെ സുഹൃത്തായി കിട്ടിയതിന് ശേഷമാണ് അവൾക്ക് ഇച്ചിരി ധൈര്യമൊക്കെ കൈവന്ന്. അവൻ പലപ്പോഴും ഇത്തരം കാസ്റ്റിംഗ് കോളുകൾ കാണുമ്പോൾ തൻ്റെ വാട്സാപ്പിലിട്ട് തന്നെ അതിൽ അഡ്രസ്സിൽ ബയോഡാറ്റ അയക്കാൻ പറയാറുണ്ട്. രക്ഷപ്പെടുന്നെങ്കിൽ രക്ഷപ്പെട്ട്, അതാണ് അവൻ്റെ ഭാഷ്യം. ഹലോ റെജി, എനിക്ക് ഓഡീഷന് ക്ഷണം കിട്ടിയിട്ടുണ്ട്. ആണോ, സന്തോഷം. എപ്പോഴാണ് ഡേറ്റ്? ഈ വരുന്ന 19-ാം തീയതി. അയ്യോ, അതെനിക്ക് ചെന്നൈയിൽ പോകേണ്ട ആവശ്യമുണ്ടല്ലോ. കല്യാണി കൂട്ടുകാരികൾ ആരെങ്കിലും കൂട്ടി പോയിക്കോളൂ കേട്ടോ. അവിടെ എവിടെയാണ് ഓഡീഷൻ വെച്ചുള്ള സ്ഥലം? നമ്മുടെ ടൗണിലെ രാജാ റെസിഡൻസിയിൽ. അടുത്താണല്ലോ, 4 കിലോമീറ്റർ അല്ലേ ഉള്ളൂ. അത് റെജി വരുന്നെങ്കിൽ ഞാൻ ഹേമയും കൂട്ടി പോയിക്കോളാം കേട്ടോ. വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ? ഏയ്, എന്ത് കുഴപ്പം. അങ്ങനെ 19-ാം തീയതി വന്നെത്തി. കല്യാണി രാവിലെ തന്നെ ചമഞ്ഞൊരുങ്ങി. കല്യാണിയും കൂടി രാജാ റെസിഡൻസിലെത്തി. ഓഡീഷനായി 10-20ഓളം പെൺകുട്ടികളും ധാരാളം ആൺകുട്ടികളും എത്തിയിട്ടുണ്ട്. അവരെയൊക്കെ കണ്ടപ്പോൾ കല്യാണിയുടെ കോൺഫിഡൻസ് പോയി. അവൾ ഹേമയോട് പറഞ്ഞു, എടി ഹേമേ, എനിക്കെന്തോ പേടിയാവുന്നു. ഒരുപാട് ആൾക്കാരുണ്ട് റെഡി, നമുക്ക് കിട്ടൂലെടി. അതെങ്ങനെ ശരിയാവും? ഓരോരുത്തർക്കും കൊടുക്കുന്ന ടാസ്ക് അനുസരിച്ചല്ലേ ചെയ്യേണ്ടത്. അപ്പം നീ അതിന് ആപ്റ്റായി നിനക്ക് ചാൻസ് കിട്ടിയല്ലോ. എന്തായാലും നമുക്ക് പോയി രജിസ്റ്റർ ചെയ്യാം. ഹേമ അവൾക്ക് ധൈര്യം നൽകി. കൃത്യം 10 മണിക്ക് തന്നെ ഓഡീഷൻ തുടങ്ങി. പലതരത്തിലുള്ള അഭിനയങ്ങൾ ഉള്ളിൽ മുഴങ്ങുന്നതായി പുറത്തു നിന്നും കേൾക്കുന്നു. ആദ്യമായതുകൊണ്ട് എന്തോ കല്യാണിക്ക് വല്ലാത്ത അമ്പരപ്പും വെപ്രാളവും. ഇതിനിടെ റെജി വിളിച്ച് അവൾക്ക് കോൺഫിഡൻസ് നൽകിക്കൊണ്ടിരുന്നു. കല്യാണിയുടെ ഊഴം വന്നു. തേച്ചിട്ട് പോകാൻ ശ്രമിക്കുന്ന കാമുകനോട് കാമുകികളുടെ സ്നേഹത്തെക്കുറിച്ചും അവൻ്റെ നട്ടിലില്ലായ്മയെക്കുറിച്ചും പറയുന്ന ഡയലോഗാണ് അവൾ കിട്ടിയത്. കല്യാണി അവളുടെ സ്വതസിദ്ധമായ ഭാവനയിൽ വിരിയുന്ന അഭിനയ ചാതുര്യത്തോട് അത് പറഞ്ഞ് അവതരിപ്പിച്ചപ്പോൾ നല്ല കയ്യടി കിട്ടി. കുട്ടി സെലക്റ്റാണ് കേട്ടോ, വിളിക്കാം. ക്ഷമയും കല്യാണിയും സന്തോഷത്തോടെ വീട്ടിലേക്ക് മടങ്ങി. പിറ്റേന്ന് തന്നെ അവിടെ വാട്സാപ്പിൽ അതേ കാസ്റ്റിംഗ് ഗ്രൂപ്പിൻ്റെ മെസ്സേജ് വന്നു. ഹലോ കല്യാണി, ഞങ്ങളുടെ സിനിമയിൽ താങ്കൾ സെലക്ട് ആയവർ അറിഞ്ഞിരിക്കുമല്ലോ. രാജാ റെസിഡൻസിൽ 22-ാം തീയതി ഈ സിനിമയുടെ വർക്ക്ഷോപ്പ് ആരംഭിക്കുന്നു. സെലക്ട് ആയിട്ടുള്ള എല്ലാവർക്കും വേണ്ടി സിനിമയെക്കുറിച്ചും കഥാപാത്രങ്ങളെക്കുറിച്ചും പരിചയപ്പെടുന്നതാണ് ഈ വർക്ക് ഓഫ് ക്യാമ്പയിൻ. താങ്കൾ കൃത്യസമയത്തിന് എത്തിച്ചേരുക. റെജി 23-ാം തീയതി ചെന്നൈയിൽ നിന്ന് വരികയുള്ളൂ. അവൾ ഹേമയെ വിളിച്ചപ്പോൾ ക്ഷമക്ക് അന്നേ ദിവസം ഒരു കല്യാണത്തിൽ പങ്കെടുക്കാനുണ്ടെന്ന് പറഞ്ഞു. എങ്കിലും ഹേമ അവൾക്ക് ധൈര്യം നൽകി. എടി, നമ്മളെ പോലെ കുറെ സെലക്ട് ആയിട്ടുണ്ടല്ലോ, അവർക്കും ഉണ്ടാവില്ല, പിന്നെ എന്തിനാ പേടിക്കുന്നത്? പോയിട്ട് ക്യാമ്പയിൻ പങ്കെടുത്തു വാ. ശരി ഹേമ, എന്തായാലും ഞാൻ പോവാം. കല്യാണി 23-ാം തീയതി കൃത്യസമയത്ത് തന്നെ രാജാ റെസിഡൻസിലെത്തി. അവൾ പ്രതീക്ഷിച്ച ആൾക്കാരൊന്നും കാണുന്നില്ല. എങ്കിലും വളരെ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ. കല്യാണി അവരിൽ ഓഡീഷൻ വന്നപ്പോൾ കണ്ടൽപ്പം പരിചയമുള്ള ഒരാളെ കണ്ടു. ആ, കല്യാണം വന്നു. നായകനും നായികയും പിന്നെ അല്പം കുറച്ച് പേർക്കുള്ള ഒരു വർക്ക്ഷോപ്പ് ക്യാമ്പയിനാണ്. കുട്ടി വരും, പ്രൊഡ്യൂസർ തിരക്കുന്നുണ്ട്. അയാൾ അവളെ പ്രൊഡ്യൂസറുടെ റൂമിലേക്ക് കൊണ്ടുപോയി.
ആ വരൂ വരൂ, കല്യാണിയല്ലേ, ഇടിയിരിക്കും. ബെഡിൽ ആടിക്കൊഴിഞ്ഞിരിക്കുന്ന പ്രൊഡ്യൂസർ അവൾ തന്റെ മുമ്പിലെ ചെയറിലിരിക്കാൻ പറഞ്ഞു. മുറിക്കുള്ളിൽ മദ്യത്തിന്റെ രൂക്ഷഗന്ധം. തന്നെ മുറിക്കുള്ളിലേക്ക് കൊണ്ടുവന്ന ആൾ പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. പോവാൻ നേരം അയാൾ കഥകടച്ചിരുന്നു. കല്യാണിക്ക് എന്തോ ഭയമായി. അവൾ പെട്ടെന്ന് എഴുന്നേൽക്കാൻ ശ്രമിച്ചു. അയ്യോ ഇരിക്കൂ, നമ്മുടെ പടത്തിലെ നായികയല്ലേ, എന്താ ഇത്ര ഭയം? ഈ ഒരു പടത്തിൽ അഭിനയിച്ച കുട്ടിയുടെ ഭാവി തെളിയും. പിന്നെ ചോദിച്ച പ്രതിഫലം വാങ്ങി ഓരോ പടത്തിലും അഭിനയിക്കാം. അവൾ ഭയത്തോടെ മൂളി. ശേഷം വീണ്ടും ആ ചെയറിലിരുന്നു. അവരെല്ലാം പറഞ്ഞു തന്നിട്ടില്ലേ? പ്രൊഡ്യൂസർ ശൃംഗാരഭാഗത്തോട് ചോദിച്ചു. എന്ത്? അവൾ ഭയത്തോടെ ചോദിച്ചു. അതോ, അത് ഇത്. അതും പറഞ്ഞാൽ അവളുടെ മൃദുലമായ തോളിൽ സ്പർശിച്ചു. എന്താ ഇത്? എന്തിനെന്നെ തൊടുന്നത്? ഞാൻ അവരോട് വ്യക്തമായി പറഞ്ഞാണല്ലോ, എന്നോട് കിടക്ക പങ്കിടുന്നവർക്ക് മാത്രമേ ഞാൻ ഈ സിനിമയിൽ നായികയായിട്ട് അഭിനയിക്കാൻ അവസരം കൊടുക്കുകയുള്ളൂ എന്ന്. അങ്ങനെ ഒരു അവസരം എനിക്ക് വേണ്ട. അവരെന്നോട് ആ കാര്യം സൂചിപ്പിച്ചിട്ടില്ല. ഞാൻ പോവാ. അവൾ ചാടി എഴുന്നേറ്റു. അങ്ങനെ അങ്ങ് പോയാലോ? ആ ജനബഹുവായ അയാൾ ഞൊടിയിടയിൽ അവളൊരു കൈ കൊണ്ട് അരക്കെട്ടിൽ കയറി പിടിച്ച് മുറുകി. മറുകൈ കൊണ്ട് മാറിടത്തിലും യോനി പ്രതലത്തിലും മാറി മാറി സ്പർശിച്ച് അവളെ വികാരവതിയാക്കാൻ ശ്രമിച്ചു. അയാളുടെ കൈകളിൽ നിന്ന് അവൾ കുതിരി മാറി കയ്യിൽ കരുതിയ പെപ്പർ സ്പ്രേ അയാളുടെ കണ്ണിനടിച്ചു. പ്രൊഡ്യൂസർ കണ്ണ് കത്തിക്കിടന്ന് പൊളയുന്ന ക്ഷണം നേരം കൊണ്ട് റൂം തുറന്ന് കല്യാണി ഓടി രക്ഷപ്പെട്ടു. ഇതിനുള്ള മറുപടിയാണ് റെജി ചെന്നൈയിൽ നിന്ന് വന്നതിന് ശേഷം അയാൾക്ക് കൊടുത്തത്.